നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരക്കഥാകൃത്തും നാടകരചയിതാവുമായ ചേർത്തല കാളുകുളം ഇല്ലത്തുവെളി PS കുമാർ അന്തരിച്ചു. ദേശീയ അവാർഡ് നേടിയ ശാന്തം സിനിമയുടെ കഥ കുമാറിൻ്റേതാണ്. ഇതുൾപ്പെടെ 15 സിനിമകൾക്ക് കഥയോ തിരക്കഥയോ എഴുതിയിട്ടുണ്ട്. 25ഓളം നാടകങ്ങൾക്കും കഥ എഴുതി. 2014 പക്ഷാഘാതത്തെ തുടർന്ന് ഏറെക്കാലം തിരുവനന്തപുരത്തെ ശ്രീചിത്രയിലും ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലുമായി ചികിത്സയിലായിരുന്നു. പിന്നീട് വീട്ടിലേക്ക് മാറ്റിയെങ്കിലും കഴിഞ്ഞ ദിവസം വീണ്ടും ആശുപത്രിയിലാക്കിയിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് മരിച്ചു. സംസ്കാരം ശനിയാഴ്ച 3-ന് മരട് ശാന്തി കവാടത്തിൽ നടന്നു. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്, വിനയപൂർവ്വം, വിദ്യാധരൻ, ഹർത്താൽ തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥ എഴുതിയ കുമാർ ഭർത്താവുദ്യോഗം, ദീപങ്ങൾ സാക്ഷി തുടങ്ങിയവയ്ക്ക് കഥയും തിരക്കഥയും എഴുതിയിട്ടുണ്ട്. വിഷസർപ്പത്തിന് വിളക്ക് വയ്ക്കരുത്, മുക്കുവനും ഭൂതവും, നൊമ്പരം കൊള്ളുന്ന കാട്ടുപൂക്കൾ, അഹം എന്നീ നാടകങ്ങൾ KPSCക്ക് വേണ്ടി എഴുതി. വിഷസർപ്പത്തിന് വിളക്ക് വയ്ക്കരുത് എന്ന നാടകത്തിന് അബുദാബി ശക്തി അവാർഡ് ലഭിച്ചു. രാജൻ പി ദേവിൻ്റെ ജൂബിലി തിയേറ്റേഴ്സിന് വേണ്ടിയും നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. 1993 രാജൻ പി ദേവിനെ പ്രധാന കഥാപാത്രമാക്കി നിർമ്മിച്ച കടൽപ്പൊന്ന എന്ന ടെലിഫിലിമിൻ്റെ കഥയും തിരക്കഥയും കുമാറിൻ്റേതാണ്. ഒരു കാലത്ത് സിനിമ, നാടക, സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു PS കുമാർ. പ്രമുഖ നടന്മാരും നടിമാരും അഭിനയിച്ച സിനിമകൾക്ക് തിരക്കഥ എഴുതി മുൻനിര തിരക്കഥാകൃത്തായി മാറിയ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ ജീവിതം ഏറെ ദുരിതപൂർണ്ണമായിരുന്നു. വർഷങ്ങളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്ന അദ്ദേഹത്തെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ചേർത്തലയിലെ സുഹൃത്തുക്കൾ ഏറെ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ദേശീയ അവാർഡ് നേടിയ ചലച്ചിത്ര തിരക്കഥാകൃത്തായിട്ടും സിനിമാ നാടക സംഘടനകളിൽ നിന്നും സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന ദുഃഖവും PS കുമാർ മറച്ചുവെച്ചിരുന്നില്ല. സ്വന്തം വീട് വിട്ട് ചേർത്തലയിൽ വാടക വീട്ടിലായിരുന്നു താമസം. ശരീരം തളർന്ന് കിടപ്പിലായെങ്കിലും ജീവിതത്തിലേക്ക് പതിയെ തിരിച്ചു വരുന്നതിനിടെയാണ് അന്ത്യം. PS കുമാർ ചേർത്തലയ്ക്ക് മാത്രമല്ല സാംസ്കാരിക കേരളത്തിൻ്റെ തന്നെ തീരാ നഷ്ടമാണെന്ന് മുൻ MPയായ അഡ്വക്കേറ്റ് AM ആരിഫ് പറഞ്ഞു. PS കുമാർ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അനിതര സാധാരണമായ കലാവൈഭവമുള്ള, നല്ല എക്കാലത്തും നമ്മുടെ നാട് ഓർത്തിരിക്കുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ചു, തിരക്കഥകൾ സമ്മാനിച്ചു, നാടകങ്ങൾ സമ്മാനിച്ചു. ഒരു ജനകീയനായ കലാകാരനായിരുന്നു ശ്രീ PS കുമാർ. അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ രചനകൾ തീർച്ചയായും ശാന്തം പോലുള്ള ദേശീയ അംഗീകാരം നേടിയ സിനിമയ്ക്ക് വരെ തിരക്കഥ എഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ചുള്ള അഭിമാനകരമായ കാര്യം. ജീവിത പ്രയാസങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നെങ്കിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട് അനുദിനം ഓരോ കാര്യങ്ങളും എല്ലാ ചെറുതും വലുതുമായ നമ്മുടെ കലാകൂട്ടായ്മയിലെല്ലാം PS കുമാർ സജീവ സാന്നിധ്യമായിരുന്നു. സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ, സംവിധായകനായ ജയരാജ്, ബെന്നി P നായരമ്പലം, KPSC സെക്രട്ടറി ഷാജഹാൻ, വയലാർ ശരത്ചന്ദ്രവർമ്മ, കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ്, അഡ്വക്കേറ്റ് AM ആരിഫ്, അരൂർ MLA ദലീമ ജോജോ, പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ K പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് തുടങ്ങിയവരും മറ്റ് സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും PS കുമാറിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു.